സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം എന്നറിയപ്പെടുന്നത്. 65 വയസ്സിനു മുകളിൽ പ്രായമായവരുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി വയോമിത്രം. അപ്പോൾ ഇതേപോലെ തന്നെ വയോമധുരം എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന പദ്ധതി. മധുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് വയോമധുരം. അപ്പം നമ്മൾ വയോമിത്രം വയോമധുരം പഠിച്ചു. ഇനി വയോ അമൃതം ആണ് അടുത്തത്. സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ പരിചരണത്തിന് വേണ്ടി ഭാരതീയ ചികിത്സാ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം. അതായത് സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ പരിചരണത്തിന് വേണ്ടി ഭാരതീയ ചികിത്സാ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോ അമൃതം. അടുത്തത് ആശ്വാസകിരണം പദ്ധതി. മുഴുവൻ സമയം പരിചരണം ആവശ്യമായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും പരിചരിക്കുന്നവർക്ക് സർക്കാർ നൽകുന്ന പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. അതായത് കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെയും നോക്കുന്ന ആളുകൾക്ക് സർക്കാർ നൽകുന്ന പ്രതിമാസ വരുമാനമാണ് ആശ്വാസകിരണം പദ്ധതി എന്നറിയപ്പെടുന്നത്. അടുത്തത് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്ന പദ്ധതി. അടുത്തത് സ്നേഹസ്പർശം. അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും പുനരധിവാസത്തിനായുള്ള പദ്ധതി. അപ്പോൾ സ്നേഹസാന്ത്വനം സ്നേഹസ്പർശവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. സ്നേഹസാന്ത്വനം എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാരുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനു വേണ്ടിയുമാണ്. അടുത്ത പദ്ധതി സ്നേഹപൂർവം. എയ്ഡ്സ് ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹപൂർവം. അതായത് എയ്ഡ്സ് ബാധിതരായവരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. അടുത്തത് സ്നേഹക്കൂട്. മാനസിക രോഗങ്ങളിൽ നിന്നും മുക്തി നേടിയവരുടെ പുനരധിവാസത്തിനുള്ള പദ്ധതിയാണ് സ്നേഹക്കൂട്. മാനസിക രോഗങ്ങളിൽ നിന്നും മുക്തി നേടിയവരുടെ പുനരധിവാസത്തിനുള്ള പദ്ധതിയാണ് സ്നേഹക്കൂട്. അടുത്ത പദ്ധതി സാന്ത്വനം. വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്ന കുടുംബശ്രീ പദ്ധതിയാണ് വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. അടുത്തത് സമാശ്വാസം. വൃക്ക, കരൾ, ഹീമോഫീലിയ, അരിവാൾ രോഗം എന്നിവയ്ക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. വൃക്ക, കരൾ, ഹീമോഫീലിയ, അരിവാൾ രോഗം എന്നിവയ്ക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. അടുത്തത് സ്വാസ്ഥ്യം. അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള പദ്ധതിയാണ് സ്വാസ്ഥ്യം. അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള പദ്ധതിയാണ് സ്വാസ്ഥ്യം. അടുത്തത് സുകൃതം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് സുകൃതം. അപ്പം സ്വാസ്ഥ്യം, അർബുദം നേരത്തെ കണ്ടെത്തി തടയുന്നതിനുള്ള പദ്ധതി, സുകൃതം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ നൽകുന്ന പദ്ധതി. അടുത്തത് ക്യാൻസർ സുരക്ഷാ പദ്ധതി. 18 വയസ്സിനു താഴെയുള്ള ക്യാൻസർ ബാധിതർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. 18 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് ക്യാൻസർ ചികിത്സ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി. അടുത്തത് സ്പെക്ട്രം. ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം. ക്യാൻസർ സുരക്ഷാ പദ്ധതി 18 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമായി നൽകുന്ന പദ്ധതി. സ്പെക്ട്രം ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം. അടുത്ത പദ്ധതി ശ്രുതി തരംഗം. ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം.
ശ്രുതി മധുരം ശ്രവണ വൈകല്യമുള്ളവർക്ക് ശ്രവണ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി. രണ്ടും ഒരേ വേർഡിൽ തുടങ്ങുന്നതാണ്. ശ്രുതി തരംഗം ബധിരരായ കുട്ടികളുടെ കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം. ശ്രുതി മധുരം ശ്രവണ വൈകല്യമുള്ളവർക്ക് ശ്രവണ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി. അടുത്തതും കേൾവിയുമായി ബന്ധപ്പെട്ടതാണ്. കാതോരം നവജാത ശിശുവിൻ്റെ ശ്രവണ വികാസം പരിശോധിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കാതോരം. ധ്വനി കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടന്നവരുടെ പുനർചികിത്സയ്ക്ക് നടപ്പാക്കിയ പദ്ധതിയാണ് ധ്വനി. കാതോരം നവജാത ശിശുവിൻ്റെ ശ്രവണ വികാസം പരിശോധിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി കാതോരം. കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടന്നവരുടെ പുനർചികിത്സയ്ക്ക് നടപ്പാക്കിയ പദ്ധതിയാണ് ധ്വനി. അടുത്ത പദ്ധതി ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിനു വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിനു വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ആയുർദളം. അടുത്തത് ആരോഗ്യകിരണം. 18 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. 18 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. അടുത്തത് അശ്വമേധം പദ്ധതി. കുഷ്ഠരോഗികളുമായി ഗൃഹസമ്പർക്കം നടത്തുന്നതിനും രോഗനിർണയത്തിനും വേണ്ടി സാമൂഹ്യ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. കുഷ്ഠരോഗികളുമായി ഗൃഹസമ്പർക്കം നടത്തുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും വേണ്ടി സാമൂഹ്യ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അശ്വമേധം പദ്ധതി. അടുത്തത് ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധികൾക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച 1 വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധികൾക്കെതിരെ കേരള സർക്കാർ ആരംഭിച്ച 1 വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞമാണ് ആരോഗ്യ ജാഗ്രത. അടുത്തത് മൃതസഞ്ജീവനി. മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ അംബാസിഡർ മോഹൻലാലാണ്. അടുത്തത് സുകൃതി. സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതി. അംബാസിഡർ മമ്മൂട്ടി. മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഇതിൻ്റെ അംബാസിഡർ മോഹൻലാലാണ്. സുകൃതി ക്യാൻസർ ചികിത്സാ പദ്ധതി, സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. ഇതിൻ്റെ അംബാസിഡർ മമ്മൂട്ടിയാണ്. വിമുക്തി കേരളത്തെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് വിമുക്തി. ഇതിൻ്റെ അംബാസിഡർ സച്ചിൻ തെണ്ടുൽക്കറാണ്. ഇതിൻ്റെ അംബാസിഡർ. സുബോധം കേരളത്തിൻ്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് സുബോധം. അപ്പോൾ വിമുക്തി ലഹരി വിമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് സുബോധം. അടുത്തത് സ്മൈൽ പദ്ധതി. റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ. കനിവ് പദ്ധതി. ആരോഗ്യവകുപ്പ് ആരംഭിച്ച അടിയന്തര ട്രോമ കെയർ പദ്ധതിയാണ് കനിവ്. ഒറ്റപ്പെട്ട കഴിയുന്നവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന്, ഭക്ഷണം എന്നിവ ഉറപ്പിക്കാൻ സർക്കാർ ആരംഭിച്ച പദ്ധതിയും കനിവ് എന്നാണ് അറിയപ്പെടുന്നത്. റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ. ആരോഗ്യവകുപ്പ് ആരംഭിച്ച അടിയന്തര ട്രോമ കെയർ പദ്ധതിയാണ് കനിവ്. വിദ്യാകിരണം പദ്ധതി. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം പദ്ധതി. അടുത്തത് ഹൃദ്യം. ജന്മനാ ഹൃദ്രോഗമുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം. അപ്പോൾ വിദ്യാകിരണം ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി. ഹൃദ്യം ജന്മനാ ഹൃദ്രോഗമുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം. അടുത്തത് മിഠായി പദ്ധതി. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പ്രമേഹ രോഗം തടയുന്നതിനായുള്ള പദ്ധതിയാണ് മിഠായി പദ്ധതി. അടുത്തത് നയനാമൃതം. പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിൻ്റെ പൂർവ്വ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം. രണ്ടും പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ടതാണ്. മിഠായി പദ്ധതി 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പ്രമേഹ രോഗം തടയുന്നതിനുള്ള പദ്ധതി.
നയനാമൃതം നേത്രപടല രോഗത്തിൻ്റെ ചികിത്സയ്ക്കായുള്ള പദ്ധതി. അടുത്തത് രാരീരം പദ്ധതി. ഗർഭിണി പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയ്ക്കായി ആരംഭിച്ച പദ്ധതിയാണ് രാരീരം പദ്ധതി. അടുത്തത് അമ്മയും കുഞ്ഞും പദ്ധതി. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന ഗർഭിണിക്കും കുഞ്ഞിനും ചികിത്സ, ഭക്ഷണം, വാഹനച്ചെലവ് എന്നിവ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി. രണ്ടും ഗർഭിണി പരിചരണത്തിനുള്ളതാണ്. ആദ്യത്തെ ഗർഭിണി പരിചരണം, പ്രസവാനന്തര ശുശ്രൂഷ, നവജാത ശിശു പരിചരണം എന്നിവയ്ക്കുള്ള പദ്ധതി രാരീരം. അമ്മയും കുഞ്ഞും പദ്ധതി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നേടുന്ന ഗർഭിണിക്കും കുഞ്ഞിനുമുള്ള പരിചരണമാണ് അമ്മയും കുഞ്ഞും പദ്ധതി. അടുത്തത് മാതൃയാനം പദ്ധതി. പ്രസവാനന്തരം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് മാതൃയാനം പദ്ധതി. അടുത്തത് ജനനി ആൻഡ് ജാതക്. അട്ടപ്പാടിയിൽ മാതൃശിശു ആരോഗ്യത്തിനു വേണ്ടി നടപ്പാക്കിയ പദ്ധതിയാണ് ജനനി ആൻഡ് ജാതക്. അപ്പോൾ മാതൃയാനം, പ്രസവാനന്തരം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കാനുള്ള പദ്ധതി ജനനി ആൻഡ് ജാതക്. അട്ടപ്പാടിയിൽ മാതൃശിശു ആരോഗ്യത്തിനു വേണ്ടി നടപ്പാക്കിയ പദ്ധതിയാണ് ജനനി ആൻഡ് ജാതക്. അടുത്തത് താലോലം പദ്ധതി. മാറാരോഗം ബാധിച്ച കുട്ടികൾക്ക് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. കൈത്താങ്ങ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പദ്ധതിയാണ് കൈത്താങ്ങ്. അപ്പോൾ താലോലം മാറാരോഗം ബാധിച്ച കുട്ടികൾക്ക് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് നൽകുന്ന പദ്ധതിയാണ് താലോലം. കൈത്താങ്ങ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പദ്ധതി. അടുത്ത പദ്ധതി സീതാലയം. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. അടുത്തത് ഭൂമിക പദ്ധതി. ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായവർക്ക് വൈദ്യപരിചരണം നൽകുന്ന പദ്ധതിയാണ് ഭൂമിക പദ്ധതി. സീതാലയം സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് സീതാലയം. ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായവർക്ക് വൈദ്യപരിചരണം നൽകുന്ന പദ്ധതിയാണ് ഭൂമിക പദ്ധതി. അടുത്തത് ജീവദായിനി. യുവജനക്ഷേമ ബോർഡ് രൂപീകരിച്ച രക്തദാന പദ്ധതിയാണ് ജീവദായിനി. യുവജനക്ഷേമ ബോർഡ് രൂപീകരിച്ച രക്തദാന പദ്ധതിയാണ് ജീവദായിനി. ജീവനി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയാണ് ജീവനി. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയാണ് ജീവനി. അടുത്ത പദ്ധതി ആർദ്രം. ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ആർദ്രം. ഗ്രീൻ ക്ലീൻ പദ്ധതി. ആശുപത്രികൾ വൃത്തിയോടെ പരിപാലിക്കുന്നതിനും ഹരിതാഭമാക്കുന്നതിനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ ക്ലീൻ പദ്ധതി. രണ്ടും ആശുപത്രിയുടെ പരിചരണമാണ്. ആർദ്രം ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയും ഗ്രീൻ ക്ലീൻ പദ്ധതി ആശുപത്രി ഹരിതാഭമാക്കുന്നതിനുള്ള പദ്ധതിയുമാണ്. അടുത്ത പദ്ധതി മിഴി. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. സുനേത്ര. സ്കൂൾ വിദ്യാർത്ഥികളിൽ കാഴ്ച വൈകല്യമുണ്ടോ എന്ന് കണ്ടെത്താൻ ആരംഭിച്ച പദ്ധതിയാണ് സുനേത്ര. അപ്പോൾ രണ്ടും കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. മിഴി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. സുനേത്ര കാഴ്ച വൈകല്യമുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് സുനേത്ര. അടുത്തത് കോവിഡ്-19 ബന്ധപ്പെട്ട പദ്ധതിയാണ് ബ്രേക്ക് ദി ചെയിൻ. കോവിഡ്-19 സാമൂഹിക വ്യാപനം തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബ്രേക്ക് ദി ചെയിൻ. സഞ്ജീവനി. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആവശ്യമരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിന് മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി. ബ്രേക്ക് ദ ചെയിൻ കോവിഡ്-19 സാമൂഹിക വ്യാപനം തടയുന്നതിനായുള്ള പദ്ധതി. സഞ്ജീവനി ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ആവശ്യമരുന്നുകൾ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിന് മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി. അടുത്ത പദ്ധതി സുഭിക്ഷ. വിശപ്പുരഹിത സംസ്ഥാനം എന്ന ലക്ഷ്യത്തോടെ അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ. വിശപ്പുരഹിത സംസ്ഥാനം എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ. പുനർജനി. ഇതും കോവിഡുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള
ആരോഗ്യ പ്രവർത്തകർ, പോലീസുകാർ, അഗ്നിരക്ഷാ പൊതുപ്രവർത്തകർ തുടങ്ങിയവരുടെ ആരോഗ്യത്തിനായുള്ള പദ്ധതിയാണ് പുനർജനി. അപ്പോൾ കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, അഗ്നിരക്ഷാ പൊതുപ്രവർത്തകർ തുടങ്ങിയവരുടെ ആരോഗ്യത്തിനുള്ള പദ്ധതിയാണ് പുനർജനി.